വിലാപങ്ങൾ അധ്യായം 3. ഞാൻ അവൻ്റെ കോപത്തിൻ്റെ വടികൊണ്ട് കഷ്ടം കണ്ട പുരുഷനാകുന്നു. അവൻ എന്നെ വെളിച്ചത്തിലല്ല ഇരുട്ടിലത്രേ നടത്തിക്കൊണ്ട് പോന്നിരിക്കുന്നത്. അതെ, അവൻ ഇടവിടാതെ പിന്നെയും പിന്നെയും തൻ്റെ കൈ എൻ്റെ നേരെ തിരിക്കുന്നു. എൻ്റെ മാംസത്തെയും ത്വക്കിനെയും അവൻ ജീർണമാക്കി എൻ്റെ അസ്ഥികളെ തകർത്തിരിക്കുന്നു. അവൻ എൻ്റെ നേരെ പണിതു, നഞ്ചും പ്രയാസവും എന്നെ ചുറ്റുമാറാക്കിയിരിക്കുന്നു. ശാശ്വത മൃതന്മാരെ പോലെ അവൻ എന്നെ ഇരുട്ടിൽ പാർപ്പിച്ചിരിക്കുന്നു. പുറത്തു പോകുവാൻ കഴിയാതെ വണ്ണം അവൻ എന്നെ വേലി കെട്ടി അടച്ച് എൻ്റെ ചങ്ങലയെ ഭാരമാക്കിയിരിക്കുന്നു. ഞാൻ കൂകി നിലവിളിച്ചാലും അവൻ എൻ്റെ പ്രാർത്ഥന തടുത്തു കളയുന്നു. വെട്ടുകല്ലുകൊണ്ട് അവൻ എൻ്റെ വഴി അടച്ച് എൻ്റെ പാതകളെ വികടമാക്കിയിരിക്കുന്നു. അവൻ എനിക്ക് പതിയിരിക്കുന്ന കരടിയെപ്പോലെയും മറഞ്ഞു നിൽക്കുന്ന സിംഹത്തെ പോലെയും ആകുന്നു. അവൻ എൻ്റെ വഴികളെ തെറ്റിച്ച് എന്നെ കടിച്ചു കീറി ശൂന്യമാക്കിയിരിക്കുന്നു. അവൻ വില്ല് കുലച്ച് എന്നെ അമ്പിന് ലാക്കാക്കിയിരിക്കുന്നു. അവൻ തൻ്റെ പൂണിയിലെ അമ്പുകളെ എൻ്റെ അന്തരംഗങ്ങളിൽ തറപ്പിച്ചിരിക്കുന്നു. ഞാൻ എൻ്റെ സർവ്വജനത്തിനും പരിഹാസവും ഇടവിടാതെ അവരുടെ പാട്ടും ആയിത്തീർന്നിരിക്കുന്നു. അവൻ എന്നെ കയ്പുകൊണ്ട് നിറച്ചു, കാഞ്ഞിരം കൊണ്ട് മത്തു പിടിപ്പിച്ചിരിക്കുന്നു. അവൻ കല്ലുകൊണ്ട് എൻ്റെ പല്ലു തകർത്ത് എന്നെ വെണ്ണീരിൽ ഇട്ട് ഉരുട്ടിയിരിക്കുന്നു. നീ എൻ്റെ പ്രാണനെ സമാധാനത്തിൽ നിന്ന് നീക്കി, ഞാൻ സുഖം മറന്നിരിക്കുന്നു. എൻ്റെ മഹത്വവും യഹോവയിങ്കലുള്ള എൻ്റെ പ്രത്യാശയും പൊയ്പോയല്ലോ എന്ന് ഞാൻ പറഞ്ഞു. നീ എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ഓർക്കണമേ. എൻ്റെ പ്രാണൻ എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കും. നാം മുടിഞ്ഞു പോകാതിരിക്കുന്നത് യഹോവയുടെ ദയ ആകുന്നു. അവൻ്റെ കരുണ തീർന്നുപോയിട്ടില്ലല്ലോ. അത് രാവിലെ തോറും പുതിയതും നിന്റെ വിശ്വസ്തത വലിയതും ആകുന്നു. യഹോവ എൻ്റെ ഓഹരി എന്നെൻ്റെ ഉള്ളം പറയുന്നു. അതുകൊണ്ട് ഞാൻ അവനിൽ പ്രത്യാശ വയ്ക്കുന്നു. തന്നെ കാത്തിരിക്കുന്നവർക്കും തന്നെ അന്വേഷിക്കുന്നവനും യഹോവ നല്ലവൻ. യഹോവയുടെ രക്ഷയ്ക്കായി മിണ്ടാതെ കാത്തിരിക്കുന്നത് നല്ലത്. ബാല്യത്തിൽ നുകം ചുമക്കുന്നത് ഒരു പുരുഷന് നല്ലത്. അവൻ അത് അവൻ്റെ മേൽ വച്ചിരിക്കൊണ്ട് അവൻ തനിച്ച് മൗനമായിരിക്കട്ടെ. അവൻ തൻ്റെ മുഖത്തെ പൊടിയോളം താഴ്ത്തട്ടെ, പക്ഷേ പ്രത്യാശ ശേഷിക്കും. തന്നെ അടിക്കുന്നവന് അവൻ കവിൾ കാണിക്കട്ടെ. അവൻ വേണ്ടുവോളം നിന്ന അനുഭവിക്കട്ടെ. കർത്താവ് എന്നേക്കും തള്ളിക്കളയുകയില്ലല്ലോ. അവൻ ദുഃഖിപ്പിച്ചാലും തൻ്റെ മഹാദയയ്ക്ക് ഒത്തവണ്ണം അവന് കരുണ തോന്നും. മനസ്സോടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ദുഃഖിപ്പിച്ച് വ്യസനിപ്പിക്കുന്നത്. ഭൂമിയിലെ സകല ബദ്ധന്മാരെയും കാൽക്കീഴിട്ട് മെതിക്കുന്നതും അത്യുന്നതൻ്റെ സന്നിധിയിൽ മനുഷ്യൻ്റെ ന്യായം മറിച്ചു കളയുന്നതും മനുഷ്യനെ വ്യവഹാരത്തിൽ തെറ്റിച്ചു കളയുന്നതും കർത്താവ് കാണുകയില്ലയോ? കർത്താവ് കൽപ്പിക്കാതെ ആർ പറഞ്ഞിട്ടാകുന്നു വല്ലതും സംഭവിക്കുന്നത്? അത്യുന്നതൻ്റെ വായിൽ നിന്ന് നന്മയും തിന്മയും പുറപ്പെടുന്നില്ലയോ? മനുഷ്യൻ ജീവനുള്ള അന്ന് നെടുവീർപ്പിടുന്നതെന്ത്? ഓരോരുത്തൻ താൻ്റെ പാപങ്ങളെക്കുറിച്ച് നെടുവീർപ്പിടട്ടെ. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക. നാം കൈകളെയും ഹൃദയത്തെയും സ്വർഗസ്ഥനായ ദൈവത്തിങ്കലേക്ക് ഉയർത്തുക. ഞങ്ങൾ അതിക്രമം ചെയ്തു മത്സരിച്ചു, നീ ക്ഷമിച്ചതുമില്ല. നീ കോപം പുതച്ചു, ഞങ്ങളെ പിന്തുടർന്ന് കരുണ കൂടാതെ കൊന്നുകളഞ്ഞു. ഞങ്ങളുടെ പ്രാർത്ഥന കടക്കാതെ വണ്ണം നീ മേഘം കൊണ്ട് നിന്നെ തന്നെ മറച്ചു. നീ ഞങ്ങളെ ജാതികളുടെ ഇടയിൽ ചവറും എച്ചിലുമാക്കിയിരിക്കുന്നു. ഞങ്ങളുടെ ശത്രുക്കളൊക്കെയും ഞങ്ങളുടെ നേരെ വായ് പിളർന്നിരിക്കുന്നു. പേടിയും കെണിയും ശൂന്യവും നാശവും ഞങ്ങൾക്ക് ഭവിച്ചിരിക്കുന്നു. എൻ്റെ ജനത്തിൻ പുത്രിയുടെ നാശം നിമിത്തം നീർത്തോടുകൾ എൻ്റെ കണ്ണിൽ നിന്നൊഴുകുന്നു. യഹോവ സ്വർഗത്തിൽ നിന്ന് നോക്കി കടാക്ഷിക്കുവോളം എൻ്റെ കണ്ണിടവിടാതെ പൊഴിക്കുന്നു, ഇളയ്ക്കുന്നതുമില്ല. എൻ്റെ നഗരത്തിലെ സകല സ്ത്രീജനത്തെയും കുറിച്ച് എൻ്റെ കണ്ണ് എൻ്റെ പ്രാണനെ വ്യസനിപ്പിക്കുന്നു. കാരണം കൂടാതെ എൻ്റെ ശത്രുക്കളായവർ എന്നെ ഒരു പക്ഷിയെപ്പോലെ വേട്ടയാടിയിരിക്കുന്നു. അവർ എൻ്റെ ജീവനെ കുണ്ടറയിലിട്ട് നശിപ്പിച്ചു. എൻ്റെ മേൽ കല്ല് എറിഞ്ഞിരിക്കുന്നു. വെള്ളം എൻ്റെ തലയ്ക്കു മീതെ കവിഞ്ഞൊഴുകി. ഞാൻ നശിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞു. യഹോവേ, ഞാൻ ആഴമുള്ള കുണ്ടറയിൽ നിന്ന് നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ചിരിക്കുന്നു. എൻ്റെ നെടുവീർപ്പിനും എൻ്റെ നിലവിളിക്കും ചെവി പൊത്തിക്കളയരുതേ എന്നുള്ള എൻ്റെ പ്രാർത്ഥന നീ കേട്ടിരിക്കുന്നു. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ച നാളിൽ നീ അടുത്തു വന്നു. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. കർത്താവേ, നീ എൻ്റെ വ്യവഹാരം നടത്തി എൻ്റെ ജീവനെ വീണ്ടെടുത്തിരിക്കുന്നു. യഹോവേ, ഞാൻ അനുഭവിച്ച അന്യായം നീ കണ്ടിരിക്കുന്നു.
എൻ്റെ വ്യവഹാരം തീർത്തു തരണമേ. അവർ ചെയ്ത സകല പ്രതികാരവും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും നീ കണ്ടിരിക്കുന്നു. യഹോവേ, അവരുടെ നിന്ദയും എനിക്ക് വിരോധമായുള്ള അവരുടെ സകല നിരൂപണങ്ങളും എൻ്റെ എതിരികളുടെ വാക്കുകളും ഇടവിടാതെ എനിക്ക് വിരോധമായുള്ള നിനവും നീ കേട്ടിരിക്കുന്നു. അവരുടെ ഇരിപ്പും എഴുന്നേൽപ്പും നോക്കണമേ. ഞാൻ അവരുടെ പാട്ടായിരിക്കുന്നു. യഹോവേ, അവരുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം അവർക്ക് പകരം ചെയ്യണമേ. നീ അവർക്ക് ഹൃദയകാഠിന്യം വരുത്തും. നിന്റെ ശാപം അവർക്ക് വരട്ടെ. നീ അവരെ കോപത്തോടെ പിന്തുടർന്നു. യഹോവയുടെ ആകാശത്തിൻ കീഴിൽ നിന്ന് നശിപ്പിച്ച് കളയും.